Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാനൊരു ഇഡ്ഡലി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഇഡ്ഡലി റെസിപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കുമ്പം എപ്പോഴും നല്ല സോഫ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ ഇത് കാണാനും നല്ല വൈറ്റ് കളറിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത് എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കാറുണ്ട്, വീട്ടമ്മമാർ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതിന് ഒരു സൂത്രം മാത്രം ചേർത്താൽ മതി. അതെന്താണെന്നും അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാനിന്ന് വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല വൈറ്റ് നിറമുള്ള ഒരു ഇഡ്ഡലിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി റൈസിന് പകരം നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ടാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇഡ്ഡലി റൈസ് ആകുമ്പോൾ കുറച്ചും കൂടെ രുചിയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പച്ചരി വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 കപ്പോളം ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ 4 കപ്പ് ഞാൻ ഈ ഒരു നമ്മൾ കോഫി കുടിക്കുന്ന ആ ഒരു കപ്പിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് കപ്പിലാണ് എടുക്കുന്നത് അതായിരിക്കും നമ്മുടെ ബാക്കിയുള്ള അളവുകളെല്ലാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 4 കപ്പോളം റൈസ് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് എടുക്കുന്നത് ഉഴുന്നാണ്. ഉഴുന്ന് 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് കപ്പിലാണ് നമ്മൾ അളന്നിട്ടുള്ളത് ആ കപ്പിൽ തന്നെ 1 കപ്പോളം ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നും ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു സൂത്രമാണ്. ഇതാണ് ഇഡ്ഡലിയൊക്കെ സോഫ്റ്റ് ആവാനും ആ ഒരു നിറം കൊടുക്കുന്നത്. ചവ്വരിയാണ് കേട്ടോ. ഈ ചവ്വരി എന്താണെന്ന് അറിയാം. ഇത് പായസത്തിലൊക്കെ നമ്മൾ ഇടുന്നില്ലേ, ആ ചവ്വരി തന്നെയാണ്. ഇതിപ്പം സാഗോ എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഇതുപോലെ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. കണ്ടോ, ഇതുപോലെ ബോളായിട്ട് ഇങ്ങനെ കിടക്കും. ഇത് നമ്മൾ വെള്ളത്തിൽ ഉഴുന്നൊക്കെ കുതിർത്തിടുന്ന പോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തൊക്കെ ഇട്ടിട്ടാണ് പിന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ സൂത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സൂത്രം വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി കിട്ടും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇനി ഈ ഒരു ചവ്വരി ഞാൻ നമ്മുടെ അതേ അളവിൻ്റെ കപ്പിൽ ഒരു 1/2 കപ്പാണ് ഞാൻ എടുക്കുന്നത്. അതായത് 4 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്, അതുപോലെ തന്നെ 1/2 കപ്പ് ചവ്വരി, ഇങ്ങനെയാണ് കേട്ടോ അളവ്. അപ്പോൾ ഇതെല്ലാം റെഡിയാണ്. നമ്മുടെ അരിയും ഉഴുന്നും ചവ്വരിയൊക്കെ റെഡിയാണ്. ഇത് നമുക്കിനി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ചവ്വരിയും ഉഴുന്നും അതുപോലെ അരിയൊക്കെ ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചവ്വരി കഴുകുമ്പോൾ എപ്പോഴും ഒരു 1-2 തവണ കഴുകിയാൽ മതിയാവും. ഒത്തിരി കഴുകണ്ട, അത് ചിലപ്പോൾ പൊടിഞ്ഞു പോകും കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉലുവയാണ് ചേർക്കാൻ പോകുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ ഈ ഉഴുന്നിൻ്റെ പാത്രത്തിലാണ് ഇടുന്നത് കേട്ടോ. ഉഴുന്നിൻ്റെ ആ ഒരു പാത്രത്തിൽ നമുക്ക് അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. നമ്മളെപ്പോഴും ഈ ഉഴുന്നിനകത്തും അരിക്കകത്തും ഒക്കെ വെള്ളം നിറയ്ക്കുമ്പോൾ അതൊന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കണ്ടോ, ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വെള്ളം മാത്രം ഒന്ന് മേലെ നിൽക്കണം. ആ ഒരു പരുവത്തിന് വേണം നമ്മളിതൊന്ന് വെള്ളം ഒഴിക്കാനായിട്ട്. ഞാനപ്പോൾ ഇതൊരു 6 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു 6 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ അരിയും അതുപോലെ കണ്ടോ, ഉഴുന്നൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിക്കേ, ഉഴുന്നിൽ വെള്ളം കൂടുതലുമില്ല കുറവുമില്ല. നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ചവ്വരി ആണെന്നുണ്ടെങ്കിലും അത് കണ്ടോ നല്ലതുപോലെ കുറച്ചും കൂടി വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് വീർത്ത് വന്നിട്ടുണ്ട്. അരിയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഇതൊക്കെ അരച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്തത് നമ്മുടെ ഒരു ജോലി. അപ്പോൾ ആദ്യം ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത് ഉഴുന്നാണ്. ഉഴുന്നും അതിനകത്ത് ഉലുവി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ബാച്ചായിട്ട് ഒരുമിച്ച്, ഞാൻ മിക്സിയുടെ വലിയൊരു ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഒരു പകുതി ബാച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഈ ഉഴുന്നിൽ തന്നെ ഉള്ള കുറച്ച് വെള്ളമാണ് ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ. ഉഴുന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഉഴുന്നൊക്കെ നല്ലതുപോലെ കണ്ടോ ഇതുപോലെ അരയണം. നോക്കിക്കേ, ഇങ്ങനെ വിട്ട് കിടക്കണം. ഈ ഒരു ഇഡ്ഡലിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ മാവ് എല്ലാം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല എന്താ പറയുക, നല്ല കട്ടിയിലാണ് ഇരിക്കുക. അത് നമ്മൾ ഇതിനകത്ത് ചവ്വരി ചേർക്കുന്നത് കൊണ്ടാണ്. നല്ല ഇഡ്ഡലിയുടെ മാവിനേക്കാളും നല്ല തിക്കായിട്ടിരിക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത് തമിഴ്നാട്ടുകാർ ഈ ഒരു ഇഡ്ഡലിനെ ഖുശ്ബു ഇഡ്ലി എന്നും പറയും കേട്ടോ. തമിഴ്നാട്ടുകാരുടെ ഖുശ്ബു ഇഡ്ലിയാണ്. അത് വിളിക്കാൻ കാരണം അതിൻ്റെ ഒരു നിറവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഖുശ്ബു ഇഡ്ലി എന്ന് അവർ വിളിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞാനിത് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ബാച്ചായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം.
ഞാനിവിടെ അടുത്ത ബാച്ചും ഉഴുന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലിയുടെ ഉഴുന്നുമാവ് റെഡിയാണ്. ഉഴുന്ന് നല്ലതുപോലെ അരച്ചെടുത്തത് റെഡിയാണ്. ഞാനതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ അരയ്ക്കാൻ പോകുന്നത് അരിയും അതുപോലെ തന്നെ ചവ്വരിയും കൂടിയിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു 2 പിടിയോളം ഇഡ്ഡലി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ചവ്വരിയാണ്. ചവ്വരിയും ഇഡ്ഡലി റൈസും കൂടെ ഒരുമിച്ചാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചവ്വരിയും ഈ പറഞ്ഞ പോലെ ഒരു 2 പിടി, നമുക്ക് 2 പിടി അരിയും 2 പിടി ചവ്വരിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത്, വെള്ളം കൂടാതെ ഇരിക്കാൻ നോക്കണം കേട്ടോ. ഇനിയിപ്പം ഒരു പക്ഷെ കൂടിക്കഴിഞ്ഞാൽ അടുത്ത ബാച്ചിൽ അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മുങ്ങിക്കെടുക്കാവുന്ന ഒരു പരുവത്തിന് മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ. നോക്കിക്കേ, ഞാനത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇഡ്ഡലിക്ക് റൈസിന് എപ്പോഴും നല്ലതുപോലെ തന്നെ അരയണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ അരയണം. അതാണ് ഇഡ്ഡലി എന്നാലേ നല്ല സോഫ്റ്റായി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി നല്ലതുപോലെ റൈസ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഉഴുന്നിൻ്റെ ആ ഒരു പാത്രത്തിനകത്തോട്ടാണ് ചേർക്കുന്നത്. കണ്ടോ, ഈ ഇഡ്ഡലിയുടെ ഈ റൈസിൻ്റെ നിറം കണ്ടോ, ആ വെളുത്തിരിക്കുന്നത്. അത് നമ്മൾ ആ ഒരു ചവ്വരി ചേർത്തത് കൊണ്ടാണ് കേട്ടോ. ചവ്വരിയുടെ ഒരു പ്രത്യേകതയാണത്. നല്ല നിറം കൊടുക്കുന്നത് ചവ്വരിയാണ്. അപ്പോൾ അതൊരിക്കലും ഒഴിവാക്കരുത്. ആ സോഫ്റ്റ്നെസ്സും കൊടുക്കുന്നതും ഈ ചവ്വരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റൈസ് നല്ലതുപോലെ ബാച്ചായിട്ട് റൈസും അതുപോലെ തന്നെ ചവ്വരിയും കൂടെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൊവ്വരി എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ അത് ചവ്വരിയാണ്. അതെന്തുകൊണ്ടോ എൻ്റെ വായിൽ ഞാനിങ്ങനെ സ്പീഡിൽ പറയുമ്പം ചൊവ്വരി എന്ന് വരും കേട്ടോ. ക്ഷമിക്കണം എല്ലാവരും, ചവ്വരിയാണ്. നമ്മുടെ ഇഡ്ഡലി മാവ് ഇവിടെ റെഡിയായി. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. കൈ വെച്ചിട്ട് നമുക്ക് അടിയിൽ കിടക്കുന്ന ഉഴുന്നിനെ നല്ലതുപോലെ ഒന്ന് അരിയുടെ കൂടെ ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സ് ആക്കാണ് ചെയ്യുന്നത്. ഒത്തിരി അങ്ങ് ചെയ്യണ്ട, അന്നേരം ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോവും. അപ്പോൾ ആ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അപ്പോൾ ഒരു പെട്ടെന്ന് ഒന്ന് ഇതെല്ലാം ഒന്ന് മിക്സ് ആവാനായിട്ടുള്ള ഒരു ഒരു കറക്കിക്കുത്ത് അങ്ങനെ അങ്ങ് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇഡ്ഡലിയുടെ മാവ് ഇവിടെ റെഡിയാണ്. കൈകൊണ്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തത്. അപ്പം ഞാനിതൊന്ന് മാറ്റി വെച്ചു. ഞാനിതൊരു 2 പാത്രങ്ങളിലോട്ട് മാറ്റി വെക്കുകയാണ്. കാരണം ഞാൻ എടുത്തിരിക്കുന്ന പാത്രം കുറച്ച് ചെറുതാണ്. അപ്പോൾ അത് പുളിച്ച് തുടങ്ങുമ്പോൾ ഒക്കെ അത് ചിലപ്പം പുറത്തോട്ട് പോയാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ 2 പാത്രങ്ങളിലോട്ട് ഇത് മാറ്റി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഇതൊന്ന് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവൻ്റെ അകത്ത് നമുക്കിത് ഓവനകത്തുള്ള ലൈറ്റ് ഓൺ ചെയ്ത് ഒരു 7-8 മണിക്കൂർ വെച്ചെന്നാൽ പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഒരു 7 മണിക്കൂർ കഴിഞ്ഞു. മാവ് പുളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് സ്പൂണിൽ കോരി കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരുവം വേണ്ടത്. കണ്ടോ, ഇതുപോലെ നമ്മളിന്ന് കമത്തി കഴിഞ്ഞെന്നാൽ അതിങ്ങനെ വെള്ളം പോലെ ഇരിക്കരുത്. ഈ ഒരു കട്ടി ഉണ്ടാവണം ഇഡ്ഡലിക്ക്, ഈ ഒരു ഖുശ്ബു ഇഡ്ഡലിക്ക്, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർക്കാറുണ്ട്. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഡ്ഡലി ബാറ്റർ ഇവിടെ റെഡിയാണ്. കണ്ടോ, നല്ല ഇപ്പം തന്നെ കാണാൻ നല്ല വൈറ്റായിട്ട്, നമുക്കത് കാണുമ്പോഴേ അറിയാം ഇത് സോഫ്റ്റ് ആയിട്ട് വരും എന്നുള്ളത്. അത്രയും നല്ല പിസ് എന്നാണ് ഇതിരിക്കുന്നത്. നല്ലൊരു മേഘം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ടിനകത്തൊന്ന് ഗ്രീസ് ചെയ്യണം. അത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഡ്ഡലി ആയി കഴിയുമ്പോൾ. അപ്പോൾ ഞാനിതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഈ മാവ് ഒന്ന് കോരി ഒഴിക്കാൻ പോവാട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ടിലൊക്കെ മാവൊക്കെ റെഡിയാണ്. മാവൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ഖുശ്ബു ഇഡ്ഡലി ഇവിടെ റെഡിയാണ്. നോക്കിക്കേ, നല്ല വൈറ്റ് ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. ഈ ഇഡ്ഡലി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ആ ഒരു എക്സ്ട്രാ ചവ്വരി ചേർത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറി കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നല്ല ഹോട്ടലിൽ കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള നമ്മുടെ ഇഡ്ഡലി കേട്ടോ. നല്ല ഖുഷ്ബു ഇഡ്ഡലി എന്നും പറയും. അപ്പോൾ ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഞാനത് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് എന്തുമാത്രം സോഫ്റ്റ് ആണെന്നറിയാമോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. കാരണം ഒത്തിരി ഒന്നും കടിക്കേണ്ട വരുന്നില്ല, അത്രയും സോഫ്റ്റ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ അപ്പമൊക്കെ കഴിക്കില്ലേ, വെള്ളയപ്പം പാലപ്പൊക്കെ കഴിക്കുന്ന അതേ സോഫ്റ്റ്നെസ്സിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും അത് പെർഫെക്റ്റ് ആയിട്ട് വരും, ഒരു പേടിയും മേടിക്കേണ്ട. ഈ ചവ്വരി എന്നുള്ളത് ഒന്ന് ചേർത്ത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.